ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മത്സ്യത്തൊഴിലാളികളോടുള്ള അവഗണനയ്ക്കെതിരെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റി ചാവക്കാട് ഫിഷറീസ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AM അലാവുദ്ദീൻ ധർണ ഉദ്ഘാടനം ചെയ്തു. തീരദേശ ഹൈവേയുടെ പേരിൽ തീരദേശവാസികളെ വഞ്ചിക്കുന്ന സർക്കാർ നിലപാട് പിൻവലിച്ചില്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പ്രതിരോധം സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് പ്രസിഡന്റ് PK കബീർ അധ്യക്ഷത വഹിച്ചു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KD വീരമണി മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ ജില്ലാ പ്രസിഡന്റ് CV സുരേന്ദ്രൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി C മുസ്താഖലി, സംസ്ഥാന സെക്രട്ടറി KV സുജിത്ത്, തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി KK വേദുരാജ്, KH ഷാഹുൽ ഹമീദ്, CK ബാലകൃഷ്ണൻ, മന്നത്ത് ഭാസ്കരൻ, അക്ബർ ചേറ്റുവ, സലീൽ അറക്കൽ, രതീഷ് ഇരട്ടപ്പുഴ, TH റഹീം എന്നിവർ സംസാരിച്ചു. TM പരീദ്, മാലിക്കുളം അബു, ഉദയൻ ഏങ്ങണ്ടിയൂർ, മൂക്കൻ കാഞ്ചന, കൊപ്പര ശൈലജ, ഷൌക്കത്ത് സുധീർ, KG വിജേഷ്, മിസ്രിയ മുസ്താഖലി, ഫൈസൽ അഗലാട്, KK ഫിറോഷ്, ചാലിൽ മൊയ്തുണ്ണി, PA സരീം, KM അബ്ദുൾ ജബ്ബാർ, ചാലിൽ സക്കീർ, OV വേലായുധൻ, KK നജീബ് എന്നിവർ നേതൃത്വം നൽകി. ഒട്ടേറെ ക്ഷേമ പദ്ധതികളാണ് ഈ ഗവൺമെന്റ് നിർത്തലാക്കിയത്. നമുക്കറിയാം, ലൈഫ് പദ്ധതിയിൽ ഇപ്പോൾ നടപ്പിലാക്കുന്ന ഫിഷറീസിന്റെ വീടുകൾ, കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് നടപ്പിലാക്കുന്ന ഫിഷറീസിന്റെ വീടുകൾ മുഴുവനും ലൈഫ് പദ്ധതിയായി ഇന്ന് പഞ്ചായത്ത് മുഖേന ഇന്ന് മത്സ്യത്തൊഴിലാളിക്ക് കിട്ടാത്തൊരവസ്ഥയിലാണ്. അന്നത്തെ ഗവൺമെന്റ് 50,000 രൂപ വീട് റിപ്പയറിന് കൊടുത്ത് അത് നിർത്തലാക്കി. ടോയ്ലറ്റ് 17,500 നിർത്തലാക്കി. ക്ഷേമ പദ്ധതികൾ പോലും മുഴുവൻ നിർത്തലാക്കി. അന്നത്തെ ഗവൺമെന്റ് തണൽ പദ്ധതി പ്രകാരം വർഷത്തിൽ 1,350 രൂപ കൊടുത്തു, അതും നിർത്തലാക്കി. പിന്നീട് വരുന്ന ഗവൺമെന്റുകൾ മുഴുവൻ ആനുകൂല്യങ്ങൾ. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്താണ് മണ്ണെണ്ണയ്ക്ക് 25-50 രൂപ മണ്ണെണ്ണയ്ക്കുള്ളപ്പോൾ 25 രൂപ സബ്സിഡി കൊടുത്ത ഒരു ഗവൺമെന്റ് ആയിരുന്നു ഉമ്മൻചാണ്ടി. ഇന്ന് സബ്സിഡിയുമില്ല, മണ്ണെണ്ണയുടെ വില 100 വർദ്ധിപ്പിച്ച അവസ്ഥയാണ്. മാത്രമാണോ, ക്ഷേമ പദ്ധതികൾ മുഴുവനും ഇന്ന് വിവാഹ ധനസഹായം പോലും ഇന്ന് കിട്ടാത്തൊരവസ്ഥയാണ്. അതുകൂടാതെ എന്നറിയാം, പെൻഷൻ പദ്ധതി ഇന്ന് വിധവ പെൻഷനുകൾക്ക് ഏകദേശം 1 വർഷത്തോളമായി മത്സ്യത്തൊഴിലാളികളുടെ വിധവകൾക്ക് പെൻഷൻ കിട്ടില്ല. മത്സ്യത്തൊഴിലാളി കുട്ടികളുടെ സ്കോളർഷിപ്പ് 3 വർഷമായി കിട്ടുന്നില്ല. അങ്ങനെ ഒട്ടേറെ പദ്ധതികളാണ് ഈ ഗവൺമെന്റ് ഈ മുടക്കം കുറിച്ചത്. ഇതിനെതിരെ ശക്തമായ സമരമായിട്ട് വന്നപ്പോഴും ഇപ്പോഴത്തെ പുതിയതായി നമുക്കറിയാം, തീരദേശ ഹൈവേ നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്ത് 500-250 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഒരു ഹൈവേ NH 66 പോകുന്നത്. അതിൻ്റെ ഇടയിലൂടെയാണ് തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ടിട്ട് മത്സ്യത്തൊഴിലാളികളെ ദൂഷിക്കുന്ന രീതിയിലുള്ള തീരദേശ ഹൈവേ. എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത. എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ആലുകാരൻ ജ്വല്ലറി, മുത്തൻമാവ് ഒരുമനയൂർ, മുതുവട്ടൂർ, ചാവക്കാട്, വില്യംസ് ഒരുമനയൂർ. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്. ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്. പ്ലാറ്റിനം പോലെ സിൽവർ. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.